സലാമിന് തോൽവി ഉറപ്പായി. അയാൾ ഭ്രാന്തായി നടക്കുകയാണോ എന്ന രൂക്ഷ വിമർശനവുമായി ജി സുധാകരൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി H സലാം തോൽക്കുമെന്ന് ഉറപ്പായെന്നും അയാൾ ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണോ എന്നും UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി ജി സുധാകരൻ. അദ്ദേഹത്തിന് തീവ്രവാദ ബന്ധമെന്ന് താൻ പറഞ്ഞിട്ടില്ല. തനിക്കെതിരെ തെളിവ് പുറത്തുവിടാൻ വോട്ടെണ്ണൽ വരെ കാത്തിരിക്കേണ്ടതില്ല. H സലാം ഇന്ത്യയുടെ ഭരണഘടനാ വിദഗ്ധനൊന്നുമല്ലല്ലോ. കോടതി സലാമിന്റെ പോക്കറ്റിലിരിക്കുന്ന കളിപ്പാട്ടമല്ലെന്നും സുധാകരൻ പരിഹസിച്ചു. തിരുവനന്തപുരത്ത് EV ശ്രീധരൻ അനുസ്മരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ശ്രദ്ധേയമായ പോരാട്ടം നടന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് അമ്പലപ്പുഴ. പലപ്പോഴും ജി സുധാകരൻ CPM നേതൃത്വത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം നടത്തിയിരുന്നു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയ്ക്കെതിരെ ജാതി പറഞ്ഞു നടത്തിയ പരാമർശം വിവാദമായിരുന്നു. സുജാത നായന്മാരുടെ വീടുകളിലേക്ക് കയറുമെന്നും നായരാണെന്ന് മനസ്സിലാകാൻ തലയിൽ മുല്ലപ്പൂവും തുളസിയും ചൂടുമെന്നുമാണ് പറവൂരിലെ സ്വീകരണ യോഗത്തിൽ സുധാകരൻ പ്രസംഗിച്ചത്. ഇരുമുന്നണികൾക്കും അമ്പലപ്പുഴയിൽ ജീവൻ മരണ പോരാട്ടമാണ്. സുധാകരൻ ജയിച്ചാൽ പാർട്ടിയോട് മധുര പ്രതികാരത്തിനുള്ള അവസരം കൂടിയാകും. ജയിച്ചാൽ അദ്ദേഹം ഹീറോ ആകും, തോറ്റാൽ സീറോയും. CPMനെ ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയേറെ അലോസരപ്പെടുത്തിയ മറ്റൊരു സ്ഥാനാർത്ഥിയില്ല. അതുകൊണ്ട് തന്നെ സുധാകരനെ മുട്ടുകുത്തിച്ച് അമ്പലപ്പുഴ നിലനിർത്തേണ്ടത് പാർട്ടിക്കും അഭിമാന പ്രശ്നമാണ്. ഏതായാലും വിപ്ലവത്തിന്റെ മണ്ണിൽ ആര് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കിട്ടാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേയുള്ളൂ. 9 നിയമസഭാ സീറ്റുകളുള്ള ആലപ്പുഴ ജില്ലയിൽ ഇക്കുറിയും UDFന്റെ സ്വപ്നങ്ങൾ പൂവണിയുമോ അതോ LDFനായിരിക്കുമോ മുൻതൂക്കം? 2021 തെരഞ്ഞെടുപ്പിൽ LDF 8 സീറ്റ് നേടിയിരുന്നു. UDFന് ലഭിച്ചത് രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട് മാത്രമാണ്. ജി സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം അമ്പലപ്പുഴയെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്ന ഇടമാക്കി മാറ്റിയിരുന്നു. 2021 തെരഞ്ഞെടുപ്പിൽ CPMലെ H സലാം കന്നി അംഗത്തിനിറങ്ങിയപ്പോൾ 11,125 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് കോൺഗ്രസിന് M ലിജുവിനെ പരാജയപ്പെടുത്തിയിരുന്നു. 2016 ജി സുധാകരന്റെ ഭൂരിപക്ഷം 22,000-ന് മുകളിലായിരുന്നു.